ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പടം ഷൂട്ട് ചെയ്യണ സമയത്തോ അല്ലെങ്കിൽ ഇതിന്റെ സമയത്തോ ഇത്ര വലിയ ഹിറ്റ് ആവുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു എന്നുള്ളത്. അല്ല, നമുക്ക് വിജയിക്കും എന്നുള്ളത് കാരണമാണ് നമ്മളെല്ലാവരും ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങള് പടത്തിന്റെ ആദ്യത്തെ ദിവസത്തേക്ക് റെസ്പോൺസ് കണ്ടപ്പോ ഭയങ്കര വിഷമത്തിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഹാപ്പി ആയി തുടങ്ങി. ഓഡിയൻസിനോട് പറയാനുള്ള ഒരു ബിഗ് താങ്ക് യു ആണ്. ഹാപ്പി വെഡിങ് ആദ്യം ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ ഇനീഷ്യലി അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. കണ്ട ആൾക്കാർ മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് ഇത്രയും. ആകെ 35 തിയേറ്ററാണ് സ്റ്റാർട്ടിങ് നമുക്കുണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും കാണാത്ത തിയേറ്ററിൽ പോയി പെട്ടെന്ന് തന്നെ ഹാപ്പി വെഡിങ് കാണാം. ഹാപ്പി ആവാം, ഞങ്ങൾ ഹാപ്പിയാണ്. ഹലോ, ഞാൻ ദൃശ്യ, ഹാപ്പി വെഡിങ്ങിലെ ഹീറോയിനാണ്. സോ ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി വെഡിങ് 101 days സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. കാരണം ഇത്ര ചെറിയൊരു ഫിലിം ഇത്ര വലിയൊരു ലെവലാക്കി തന്ന എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാ അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, വെറും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചിരിക്കുന്നത്. സോ പ്രൊമോഷനെ സഹായിച്ച എല്ലാ മീഡിയക്കാരും പിന്നെ തിയേറ്റേഴ്സ് എല്ലാവരോടും പറഞ്ഞാൽ തീരത്തത്ര നന്ദിയുണ്ട്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ചെറിയൊരു ഫിലിം ആക്സെപ്റ്റ് ചെയ്തെന്ന പോലെ തന്നെ ഇനിയും ഇതുപോലെ നല്ല നല്ല ഫിലിംസ് കാണുമ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഇതേപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യണം. എന്നാലും ഇങ്ങനെ ഒരു 100 ദിവസം ഈ സിനിമ ഓടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ തന്നെയല്ല, അധികം ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ചിത്രത്തെ ഇത്ര വലിയ വിജയമാക്കി തന്നവനോട് ദൈവത്തിനോടും പ്രേക്ഷകരോടും ഒരുപാട് നന്ദി.